ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇത് എല്ലാവർക്കും ഒരു പാടാണ്, എസ്പെഷ്യലി ജിമ്മിന് പോകുന്ന ആളുകൾക്കുള്ള ഒരു പാഠം. നിങ്ങൾ ഈ ഫോട്ടോ കാണുന്ന ഈ പയ്യനുണ്ടല്ലോ, ഈ പയ്യൻ്റെ പേരാണ് മാധവ്. തൃശ്ശൂർ സ്വദേശിയാണ്, ജിം ട്രെയിനറാണ്. വെറും 28 വയസ്സുള്ള ആൾക്ക്. പക്ഷെ പുള്ളിക്കാരൻ തന്നെ മരിച്ചുപോയി. കാരണം എന്താണെന്ന് പോലീസിനോ വീട്ടുകാർക്കോ ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ അവർക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്താ എന്നുള്ളത്. പിന്നെ അവരൊരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ റൂം ചെക്ക് ചെയ്തപ്പോൾ ജർമ്മൻ മെയ്ഡായിട്ടുള്ള എന്തോ മെഡിസിന്, അതേമാതിരി സിറിഞ്ച്, പ്രോട്ടീൻ പൗഡർ എന്തൊക്കെ കിട്ടിയെന്നാണ് ഇപ്പോൾ പോലീസുമാർ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നിഗമനത്തിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാസപരിശോധനയ്ക്ക് അവൻ്റെ ഇത് അയച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ന്യൂ ജനറേഷൻ പിള്ളേരോടാണെങ്കിലും ഇനി ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടാണെങ്കിലും ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കരുത്. ഷോർട്ട് കട്ട് മീൻസ് പെട്ടെന്ന് മസിൽസ് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും നമുക്ക് അത്ര പെട്ടെന്ന് മസിൽസ് വരില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് സമയമെടുത്തേ മസിൽ വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ട്, അടുത്ത മാസത്തിൻ്റെ പെങ്ങളെ കല്യാണമാണ്, 2 മാസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് ബോഡി അല്ല മസിൽ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സ്റ്റീറോയിഡൊക്കെ കുത്തിക്കയറ്റുന്നത്. അവരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളെ ശരീരം കൊണ്ടുപോയി കളയരുത്. ഈ സ്റ്റീറോയിഡിനൊക്കെ സൈഡ് എഫക്റ്റ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. ഇത് ചെയ്യുന്ന ഒരുപാട് സ്റ്റീറോയിഡ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അവരൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. അവരെ ജോലി തന്നെ അതായിരിക്കും. അവരിനി അത് വെച്ച് മുന്നോട്ട് ടേക്ക് കെയർ ചെയ്തിട്ട് അവരെ ബോഡിയൊക്കെ സെറ്റാക്കി അവർ കൊണ്ടുപോയി നടക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പോയി കുത്തി കയറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ നമ്മൾ ഇതേ റൂട്ട് കൂടെ തന്നെ പോകണമെന്നില്ല. നമ്മളെ ജോബ് വേറെ ആയിരിക്കും. നമ്മൾ പാഷന് വേണ്ടി മാത്രം കൊണ്ടുനടക്കായിരിക്കും. നമ്മൾ ഈ ചെറിയ യൗവനായതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിയിലുള്ള ഓർഗൻസൊക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. പക്ഷേ ഗ്രാജ്വലി അതൊക്കെ മാറി തുടങ്ങും. കിഡ്നി വരെ അടിച്ചു പോകും. പല ജാതി പ്രശ്നങ്ങൾ സ്റ്റീറോയിഡുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒരാളും സ്റ്റീറോയിഡിലോട്ട് കയറരുത്. നാച്ചുറൽ ആയിട്ടുള്ള ബോഡി മാത്രം ഉണ്ടാക്കിയെടുക്കുക. പ്രോട്ടീൻ പൗഡറൊക്കെ നമുക്ക് ധൈര്യത്തിലെടുക്കാം. നല്ല ബ്രാൻഡ് പ്രോട്ടീൻ പൗഡർ എടുത്താലൊന്നും ഒരു പ്രശ്നം വരില്ല. ഒരുപാട് കാലമായിട്ട് ഞാനൊക്കെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ ഒരു പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. പറയാനുള്ളത് വേറൊന്നുമല്ല, നല്ല ഫുഡ് കഴിക്കുക, എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ടും ചെയ്യുക, ബോഡി സെറ്റാക്കി എടുക്കുക. ആ മസിൽസ് മതി. ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളൊരു പാഷനായിട്ട് ഇത് കൊണ്ട് നടക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിറ്റായിട്ടുള്ള ബോഡി നമുക്ക് ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഫുഡ് കഴിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ നല്ലൊരു മസിൽസ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇനഫായിട്ടുള്ള പ്രോട്ടീൻ നമ്മളെ ശരീരത്തിന് കിട്ടുന്നുണ്ട് എങ്കിൽ പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ അവരുടെ ശരീരത്തെ കൊണ്ട് നടക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.